Welcome back to Anam's Kitchen. Hi dears, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഗോതമ്പുപൊടിയും പഴവും തേങ്ങയും ഒക്കെ വെച്ചിട്ട് കൂടുതൽ മെനക്കേടൊന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത് പഴുത്തിട്ടുള്ള 3 പഴമാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിന് പകരം നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പഴം നല്ല പോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പഴം വാട്ടിയിട്ട് എടുക്കാനും പറ്റും. നല്ല പോലെ തന്നെ വാട്ടിയിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും ഈ ഒരു പോള കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഴമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം അളവിൽ തന്നെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങയുടെ അളവ് കൂടിപ്പോയി നിർത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഈ ഒരു പോളയുടെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അങ്ങനെ തേങ്ങയും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ പഴത്തിന് അത്യാവശ്യം മധുരം തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിതിലേക്ക് ഈ ഒരളവിലുള്ള പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പഞ്ചസാരയും കൂടെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു മിക്സിംഗ് ബൗളിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗോതമ്പുപൊടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സിനും മീതയായിട്ട് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും പ്രശ്നമൊന്നുമില്ല, ഏത് അരിപ്പൊടി ആയാലും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും പിന്നെ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ നമുക്ക് ഈ ഒരു മാവിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പഴത്തിന് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മധുരം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ശർക്കര ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പോള തയ്യാറാക്കി എടുക്കാൻ താല്പര്യമെങ്കിൽ നമ്മൾ പഴം വാട്ടിയെടുക്കുമ്പോഴൊന്നും പഞ്ചസാര ചേർത്ത് കൊടുക്കാതെ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ശർക്കര നല്ല പോലെ ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുത്ത് മാവ് റെഡിയാക്കി എടുത്താലും മതിയാവും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു പോള നല്ല ഹെൽത്തി ആയിട്ടുള്ള പോളയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് പഞ്ചസാര ചേർത്തിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ മാവൊക്കെ നല്ലപോലെ റെഡിയായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കണക്കൊന്നും കറക്റ്റായിട്ട് ഇവിടെ പറയുന്നില്ല. കാരണം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. അപ്പോൾ കൂടുതൽ കട്ടിക്കും അല്ല എന്നാലും കൂടുതൽ ലൂസായിട്ടും അല്ലാത്തൊരു മാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഈ പോള നന്നായിട്ട് പൊങ്ങിയിട്ട് കിട്ടാനും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതിയാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോള വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പഴമൊക്കെ വാട്ടിയെടുത്തിരുന്ന അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവ് ഒഴിച്ചിട്ട് നല്ല പോലെ സ്പൂണ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ കട്ടിയിലുള്ള ഒരു മാവായതുകൊണ്ട് തന്നെ നമ്മളിത് സ്പൂണ് വെച്ചിട്ട് ലെവലാക്കിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് എല്ലാ വശവും നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 12-15 മിനിറ്റ് വരെ ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോകുന്ന പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പയർ പാനൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 14 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. കയ്യിലേക്ക് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ നല്ല പോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം. പൊതുവെ എന്ത് കിട്ടാനായിട്ട് എടുക്കുന്ന സമയം ഓരോരുത്തരുടെയും പാനിൻ്റെയും പിന്നെ ഫ്ലെയിമിൻ്റെയും തോതനുസരിച്ചിട്ടൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് സെറ്റായിട്ട് വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടിയും പയവും ഒക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പോള തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.